ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെടുന്നൊരു ടോപ്പിക്കാണ്. നമ്മുടെ ഫ്രിഡ്ജൊക്കെ എത്ര പഴയതായാലും അതിന് കുറച്ചൊക്കെ പെയിൻ്റൊക്കെ പോയി അതിൻ്റെ ഡാമേജൊക്കെ വന്നിട്ടുള്ളതാണെങ്കിലും നമ്മൾ ചെറിയൊരു മേക്ക് ഓവറൊക്കെ കൊടുത്ത് ഡെക്കറേഷനൊക്കെ ചെയ്ത് നമുക്ക് നല്ല പുതിയതുപോലെ ആക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും ഒക്കെ കാണിച്ചിട്ടുള്ളൊരു ചെറിയ ഫ്രിഡ്ജ് ടൂറും കൂടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് 8 വർഷമായതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൈയൊക്കെ പിടിക്കുന്ന വശം നമുക്ക് വേറൊരു ടർക്കിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെയിൻറ്റൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട് നമ്മൾ കൈ പിടിക്കുന്നിടത്ത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സിൽവർ ഗ്രേ കളർ ഏകദേശം നമുക്ക് ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. സ്പ്രേ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉണങ്ങിക്കോളും. എങ്കിലും നമ്മൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു കവറൊക്കെ എടുത്തിട്ട് നല്ലൊരു ടർക്കി വെച്ചിട്ട് പൊടിയൊക്കെ ഉള്ളത് നമ്മളൊന്ന് തുടച്ച് കളയുകയാണ്. ശേഷം നമ്മൾ ആ കവർ തന്നെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഡെക്കറേഷൻ എന്നും പറഞ്ഞ് ഒരുപാട് വലിച്ചു വാരിയൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ടൊരു ഫ്ലവർ വേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 3-4 സിപ്ലോ കവർ കയ്യിലുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കിച്ചണിൽ എപ്പോഴും ആവശ്യമുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇത്രയും മതി. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടോപ്പ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഡോറിലേക്ക് പോകാം. നമ്മൾ ആ സ്പ്രേ പെയിൻ്റ് അടിച്ചത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. കളറൊക്കെ ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൃത്തികേട് മാറിക്കിട്ടി. ഇനിയിപ്പോൾ ഇത് ഒരു മാഗ്നറ്റിക് സ്റ്റിക്കറാണ് ലാസ്റ്റ് സപ്പറിൻ്റെ. അത് നമ്മൾ മുകളിൽ വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഭംഗിക്കായിട്ട് ഇതുപോലത്തെ കുറച്ച് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും കുറച്ച് സ്റ്റിക്കറുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് ഒരു 3-4 ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാടൊന്നും ഒട്ടിച്ചാലങ്കോലം ആക്കുന്നില്ല. ഇങ്ങനത്തെ ബാക്കിൽ ഇങ്ങനെ മാഗ്നറ്റ് വരുന്നത് ഞാൻ 3-4 കട തിരക്കിയതായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഈ ഒരു പേപ്പർ ഷീറ്റിൻ്റെ ഇങ്ങനത്തെ വാങ്ങിച്ച് ഇതാകുമ്പോഴും ഇതിൻ്റെ ബാക്കിൽ ഗമ്മുണ്ട്. നമ്മൾ ഈ ഒരു പേപ്പർ പൊളിച്ച് കളഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്തിരുന്നോളും. ഇങ്ങനെയുള്ള ഈ ഒരു പിക്ചറൊക്കെ ഫ്രിഡ്ജിൽ വരുമ്പോൾ നമുക്കും തന്നെ കാണാൻ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഞാനിത് ചെയ്തേ ഉള്ളൂ. ഒത്തിരി ഒന്നും ഒട്ടിക്കുന്നില്ല, ഒരു 5-6 മാത്രം. ഇപ്പം നമ്മുടെ ചെറിയൊരു ഡെക്കറേഷനും അതുപോലെ തന്നെ ആ പെയിൻറ്റ് പോയതൊക്കെ മേക്ക് ഓവർ ചെയ്ത് ഏകദേശം നല്ലൊരു പുതിയ ഫ്രിഡ്ജ് പോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സാധാരണ ഒരു വീട്ടിൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളൊക്കെയുള്ള വീട്ടിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഫ്രിഡ്ജിലുള്ളത്. നമ്മൾ ഫ്രിഡ്ജ് ടൂറിനായിട്ട് ഒന്നും അഡീഷണൽ ഇതിൽ വാങ്ങിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ഇതിപ്പോൾ ഞാൻ ആദ്യം ഫ്രീസറാണ് കാണിക്കുന്നത്. ഇത് ചിരകിയ തേങ്ങ ഏകദേശം ഒരു കറിക്കുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് മീനാണ് കേട്ടോ. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 ടൈപ്പൊക്കെ മീൻ മേടിച്ച് വെക്കും. അപ്പോൾ ഒരു ടൈപ്പ് നമ്മൾ തീരാറായി. അപ്പോൾ അടുത്തത് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പോൾ അത് അടുത്ത ദിവസം തന്നെ എടുക്കും. പച്ചമീൻ നമ്മൾ വാങ്ങിച്ചിട്ട് സ്ഥിരം വെക്കുന്നൊരു പാത്രമാണ് കേട്ടോ അത്. പിന്നെ ഈ കാണിക്കുന്നതാണ് മുരിങ്ങയ്ക്ക. ഇത് നമ്മൾ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും വാങ്ങിച്ച് ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമ്മൾ തണുത്തതിന് ശേഷം സ്റ്റോർ ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഫ്രോസൺ ഗ്രീൻ ബീൻസ്. അത് തീരാറായി. ഒരു വെജിറ്റബിൾ കറിക്കകത്ത് ഇടാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഫ്രീസറിലുള്ളത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് മുരിങ്ങയ്ക്കായും ഗ്രീൻ ബീൻസും ഒക്കെ അങ്ങനെയാണ് സ്റ്റോർ ചെയ്യാറുള്ളത്. പിന്നെ ഇനി നമുക്ക് ഡോറിലേക്ക് പോകാം. ഞാൻ കുപ്പികളിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം ബാലൻസ് വന്ന മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഈ ഒരു തട്ടിലാണ് വെക്കാറുള്ളത്. അപ്പോൾ പൂത്തൊന്നും പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ തട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് കുറച്ച് മീനച്ചാറാണ്. ഇത് കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ്. ഇതിൻ്റെ ബാക്കി നമ്മൾ പുറത്ത് കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ശേഷം അത് തീർന്നിട്ട് ഇതെടുക്കാം. പിന്നെ ഇത് ഉലുവ വറുത്ത് പൊടിച്ചത്, ഇത് ചിക്കൻ മസാല, ഇത് വറ്റൽമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, മെഴുക്കുവരട്ടിക്കൊക്കെ എളുപ്പം എടുക്കാനായിട്ട്. പിന്നെ ഇത് തേങ്ങ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ, വറുത്ത ചമ്മന്തിപ്പൊടി. ഇത് നമ്മൾ ഇതിൻ്റെ ബാലൻസ് ബാക്കി കുറച്ച് പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ശേഷം അത് തീർന്നിട്ട് ഇതെടുക്കാം. ഇതല്ലെങ്കിൽ ഇതൊക്കെ പുറത്തിരുന്നാൽ പൂത്തു പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രീസറിൽ. ഇനി നമുക്ക് താഴ്വശത്തേക്ക് നോക്കാം. ആദ്യം നമുക്ക് ഡോർ ഭാഗം നോക്കാം. അവിടെ 2 കോഴിമുട്ടയുണ്ട്, 2-3 കാടമുട്ടയുണ്ട്. മുട്ടയൊക്കെ തീരാറായി. മുട്ട അങ്ങനെ നമ്മളിവിടെ അധികം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ചാണ് മുട്ട വാങ്ങാറുള്ളൂ. പിന്നെ ഇത് ഈസ്റ്റാണ്. പിന്നെ ഇത് ബേക്കിംഗ് സോഡ. പിന്നെ ഇത് നൂഡിൽസ് വാങ്ങിച്ചപ്പോൾ കൂടെ കിട്ടിയതാണ് കേട്ടോ, മാഗിയുടെ ചിക്കൻ ക്യൂബ്. അത് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ജാമും വെച്ചിട്ടുണ്ട്. അത്രയാണ് ഏറ്റവും മുകളിലായിട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ തട്ടിലോട്ട് നോക്കാം. ഇത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം മീൻ വറക്കാനും അതുപോലെ തന്നെ ചിക്കൻ കറി അങ്ങനെയുള്ളതിനൊക്കെ ചേർക്കാൻ പറ്റും. പിന്നെ ഇത് അല്പം കോക്കനട്ട് മിൽക്ക് പൗഡറില്ലേ, നമുക്ക് പെട്ടെന്നൊരു കറിക്കൊക്കെ എടുത്തിടാനായിട്ട് സ്റ്റൂവിനകത്തൊക്കെ, അതാണ്. അതും തീരാറായി. പിന്നെ ഇതൊരു ചെറിയ സോയാ സോസും. പിന്നെ ഇത് കെച്ചപ്പ്. ഇത് നമുക്കിവിടെ സ്ഥിരം വേണം. കുട്ടികൾക്കൊക്കെ എന്ത് കഴിക്കാനും കെച്ചപ്പൊക്കെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സമൂസ, പപ്സ് ഒക്കെ. പിന്നെ ഇത് അല്പം അച്ചാറാണ്. ആ പുറകിലിരിക്കുന്ന അച്ചാർ തന്നെയാണ്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും തീരാറായി. ഇനിയിപ്പോൾ എനിക്ക് ഇന്നോ നാളെ ഇത് ഉണ്ടാക്കി വെക്കാറായി. പിന്നെ ഇത് ബ്രൂവിൻ്റെ കോഫി പൗഡർ നമ്മൾ ബാക്കി പൊട്ടിച്ച് പുറത്തിരിപ്പുണ്ട്. അതിൻ്റെ ബാക്കിയാണിത്. അത് തീരുമ്പോഴേ ഇതെടുക്കത്തുള്ളൂ. പിന്നെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് നോക്കാം. അത് കടലമാവാണ്. പിന്നെ ഇത് നാരങ്ങ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും. പിന്നെ ഇത് ഏലക്കയുടെ സീഡാണ് കേട്ടോ. ഇത് അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അവൾ ഇടുക്കിയിലായതുകൊണ്ട് അവിടുന്ന് നമുക്ക് ഏലക്ക സ്ഥിരമായിട്ട് കിട്ടും.
പിന്നെ ദേ ഇത് ബ്ലാക്ക് കറണ്ട് ക്രഷാണ്. ഇത് എന്തോ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇത് 1-2 പ്രാവശ്യം നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിച്ചിട്ടേ ഉള്ളൂ, പിന്നെ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ. പിന്നെ ദേ ഇത് സ്ക്വാഷാണ്. ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കലക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഭാഗത്തുള്ളത്. ഒരു സാധാരണ വീട്ടിൽ ഇന്നത്തെ കാലത്ത് നോർമലായിട്ട് ജീവിക്കുന്ന ഒരു വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് നോക്കിയാൽ ഒരു പകുതി മുറി തേങ്ങ ഒരു പാത്രത്തിലിരിപ്പുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി വന്നതാണ്. പിന്നെ കുറച്ച് പാല്. പിന്നെ ഈ ഒരു ബോക്സിൽ ഞാൻ സ്ഥിരമായിട്ട് കുറേ നാളായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെളുത്ത എള്ളാണ്, ഇത് കറുത്ത എള്ള്. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇത് പൈനാപ്പിൾ എസൻസ്. പിന്നെ ഇത് എന്താണെന്നറിയാമോ? ഇത് കസ്കസ് ഇല്ലേ, ഇതൊരു പ്രാവശ്യം മോൻ നാരങ്ങ വെള്ളം കടയിൽ നിന്ന് ഇങ്ങനെ കുടിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, അപ്പം വാങ്ങിപ്പിച്ചാണ്. അതിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിലിരിക്കുമ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ ഇത് പിസ്സ വാങ്ങിച്ചപ്പോൾ ഒരു പ്രാവശ്യം കിട്ടിയതാണ് കേട്ടോ, കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ. പിന്നെ ഇതൊരു ചെറിയ നെയ്യ്. പിന്നെ ഇത് 1-2 നമ്മുടെ ഇതില്ലേ എസൻസുകളാണ്. പിന്നെ ഒന്ന് വാനില എസൻസുമാണ്. ഇങ്ങനെയൊക്കെ ഞാൻ ഈ ഒരു ബോക്സിലാണ് സ്ഥിരമായിട്ട് ഇട്ട് വയ്ക്കാറുള്ളത്. കാരണം ഇത് അവിടെ എവിടെയൊക്കെ ഇട്ടാൽ നമ്മൾക്ക് ചിലപ്പം തപ്പി നടക്കേണ്ടി വരും, അതുകൊണ്ട് തന്നെ. പിന്നെ ഇത് കുറച്ച് കടലക്കറിയുടെ ബാലൻസ്. പിന്നെ ഇത് തൈരാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുന്ന തൈരാണ്. നമ്മൾ അടുത്തൊന്നൊരു വീട്ടിൽ നിന്നാണ് പാൽ വാങ്ങാറുള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മൾ പാല് ചായക്ക് എടുത്തിട്ട് ബാക്കിയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഉറയൊഴിച്ച് വെക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല നാടൻ തൈരും കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് താഴത്തെ തട്ടിലോട്ട് പോകാം. അവിടെയാണെങ്കിൽ ദേ ഈ ഒരു പാത്രത്തിൽ ഇഞ്ചി പച്ചമുളകാണ്. പച്ചമുളകും ഇഞ്ചിയും നമ്മൾ ഒന്നിച്ചാണ് ഇട്ട് വെക്കുന്നത്. പിന്നെ ഇത് ഒരു തേങ്ങ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പെട്ടെന്നൊരു തീയൽ കറിക്കൊക്കെ നമുക്ക് ഇതൊന്ന് എടുത്ത് അരച്ച് നമുക്ക് ചേർത്താൽ മതി. പിന്നെ ഇത് കുറച്ച് മൈദയൊന്നും നമ്മൾ അങ്ങനെ വാങ്ങാറില്ല. പിന്നെ ഇത് അമ്മച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്, കരിനെല്ലിക്ക എന്ന് പറയും. ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മൾ നെല്ലിക്ക കറുപ്പിച്ചതെന്നും പറയും ചില നാട്ടിലോട്ടൊക്കെ. പിന്നെ ഇതൊരു ഇച്ചിരി ഓട്സുമാണ്. നെല്ലിക്കയുടെ സീസൺ ആകുമ്പോൾ അമ്മച്ചി ഇതുപോലെ വാങ്ങിച്ച് റെഡിയാക്കി വെക്കുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കറി ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒലത്തിയാൽ നല്ലതാണ്. ഇനി നമുക്ക് വെജിറ്റബിൾ ട്രേയിലോട്ട് നോക്കാം. തക്കാളി ഞാൻ അവിടെയാണ് ഇട്ട് വെക്കാറുള്ളത്. വേറെ എൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ ചീഞ്ഞ് പോകും, നമ്മൾ അറിയത്തുമില്ല. പിന്നെ കുറച്ച് ഉണക്ക ചെമ്മീനുമുണ്ട്. പിന്നെ സിപ്ലോക്ക് കവറിലാണ് ബാക്കി നമ്മൾ ഇട്ട് വെക്കുന്നത്. കുറച്ച് ഉണക്ക നങ്കുമുണ്ട്. പിന്നെ ഇച്ചിരി വെണ്ടയ്ക്ക, പിന്നെ കുറച്ച് പയർ, പിന്നെ ഇതുകൊണ്ട് ശകലം കോവയ്ക്കായും ഉണ്ട്, ഒരു മാങ്ങായും ഉണ്ട്. പിന്നെ ഒരു എടുത്തതിൻ്റെ കുറച്ച് ക്യാബേജും ഉണ്ട്. പച്ചക്കറി നമ്മൾ ഒത്തിരി ഒന്നും വാങ്ങിച്ചങ്ങനെ കളയാറില്ല. ഏകദേശം 3-4 ദിവസത്തേക്കൊക്കെ മേടിക്കത്തുള്ളേ. ഇനി നമുക്ക് ഡയറി പ്രൊഡക്ട്സ് ഒക്കെ വെക്കുന്ന ആ ഒരു ട്രേ നോക്കാം. നമ്മൾ മിൽക്കിൻ്റെ പ്രൊഡക്റ്റൊക്കെ ഇവിടെ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. കൂടുതൽ തണുപ്പ് ഫ്രീസറിൽ നിന്ന് കിട്ടുന്ന അവിടെയല്ല, അപ്പം നമുക്കിതൊന്നും കേടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ ഒരു കുറച്ച് നെയ്യുണ്ട്, പിന്നെ ഒരു ചെറിയ ബട്ടറുണ്ട്. പിന്നെ നമ്മൾ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് പാൽ വാങ്ങിക്കുന്നതെങ്കിലും ചില ദിവസം കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമല്ലോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് മിൽക്ക് പൗഡർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ കോമ്പൗണ്ടാണ് കേട്ടോ, എടുത്തതിൻ്റെ ബാക്കിയാണ്. പിന്നെ ഇത് കണ്ടു, ഇതൊരു ചെറിയ കോൺഫ്ലോറും ഒരു കസ്റ്റാർഡ് പൗഡറും. ഇതൊക്കെ കുട്ടികൾക്ക് വല്ലതും വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫ്രിഡ്ജിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ, അതായത് ഫ്രിഡ്ജ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഫ്രിഡ്ജ് ടൂറും പിന്നെ ചെറിയൊരു മേക്ക് ഓവറും ഡെക്കറേഷനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ഏതൊരു കാര്യങ്ങളായാലും നമ്മൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് പിന്നെ യൂസ് ചെയ്യാവുള്ളേ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.